ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് അഞ്ജലി റോക്സ് ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ യാത്ര സ്പെഷ്യലാണ്. ബാംഗ്ലൂരിലെ മലയാളി അസോസിയേഷനായ BMCയിലെ സുഹൃത്തുക്കളുടെ കൂടെ ബാംഗ്ലൂരിൽ നിന്ന് എളുപ്പമെത്താവുന്ന ഹിഡൻ ആയ ഹിൽ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകളും എത്തിച്ചേരേണ്ടതും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും യാത്രാ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവൻ കാണാം, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണേ. നമ്മുടെ BMC ഫാമിലിയിലെ എല്ലാ സുഹൃത്തുക്കളും രാവിലെ 5:30 KR പുരത്തിനടുത്തുള്ള RT നഗറിൽ ഒത്തുകൂടിയാണ് യാത്ര തുടങ്ങിയത്. പതിവ് പോലെ ക്ലൗഡി ആയിട്ടുള്ള തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നു. ഓരോ പോയിന്റിലും ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ടാണ് നമ്മൾ യാത്ര തിരിച്ചത്. ബാംഗ്ലൂരിലെ വൈറ്റ്ഫീൽഡ് ഹൊസ്കോട്ട റൂട്ടിലാണ് നമ്മുടെ ഡെസ്റ്റിനേഷനായ അംബാജി ദുർഗ കോട്ടയുള്ളത്. പോകുന്ന വഴി ഒരു ടോളൊക്കെ ഉണ്ട് ഔട്ട് ഓഫ് സിറ്റി ആയതുകൊണ്ട്. എന്നാലും വൈറ്റ്ഫീൽഡ് ഹൊസ്കോട്ട റോഡിൽ നിന്ന് 1.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന നീറ്റായ ഹൈവേ ആണ് ഇവിടെ ഉള്ളത്. ബാംഗ്ലൂർ ചിന്താമണി ഹൈവേ ആണ്. പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹൈവേയിൽ നിന്ന് 6 to 7 കിലോമീറ്ററിൽ പോകുന്ന വഴി ഹൈവേയിൽ നിന്ന് ചെറിയൊരു പോക്കറ്റ് റോഡ് ഉണ്ട്, ഒരു വില്ലേജ് റോഡ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കിലോമീറ്റർ ഒരു ഓഫ് റോഡും കൂടി ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാം. എന്നാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ 2 വീലേഴ്സിനും 4 വീലേഴ്സിനും ഇവിടെ ഒരു നോർമൽ കാലാവസ്ഥയിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫൈനലി ഇവിടെ എത്തിച്ചേർന്നു. ഒരു അമ്പലമൊക്കെ കാണാം, ഹനുമാൻ ക്ഷേത്രം ആ ഭാഗത്ത് തന്നെയാണ്. താഴെ ഇതാണ് പാർക്കിങ്ങിന്റെ ഒരു സ്പോട്ട്, കോമൺ ആയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ആണ്. ഇങ്ങനെയുള്ള കുത്തനെയുള്ള കയറ്റങ്ങളാണ് ഇവിടെ. ഒരു മോഡറേറ്റ് ലെവൽ ട്രക്കിംഗ് എന്ന് പറയാം. ലൈറ്റും അല്ല ഹെവിയും അല്ലാത്തൊരു ട്രക്കിംഗ്. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് മറ്റൊരു ദുർഗാക്ഷേത്രം കാണാം. പക്ഷെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രായമായവർക്കും പിന്നെ ബാക്ക് പെയിൻ, ലെഗ് ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ഈ ഒരു ട്രക്കിംഗ് അവോയ്ഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു ഹിൽ സ്റ്റേഷൻ ട്രക്കിങ്ങിൽ കാലെടുത്ത് വെക്കുന്ന ബിഗിനേഴ്സിന് പറ്റിയ ലൊക്കേഷനാണ്. ഒരു 1.5 മണിക്കൂർ പിടിക്കും മുകളിൽ കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ട്. ഇറങ്ങുമ്പോൾ അതിലൊരു വെൽ ഷേപ്പ് അല്ലാത്തതുകൊണ്ട് സൂക്ഷിക്കണം. പിന്നെ ചില മങ്കീസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ദുർഗാക്ഷേത്രം പോകുന്ന വഴിക്ക്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ കയറ്റം കയറാണ്. അപ്പൊ മങ്കീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫുഡൊക്കെ പുറത്തെടുക്കുമ്പോഴും ബാഗൊക്കെ സൂക്ഷിക്കണം. പിന്നെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് നമ്മുടെ വൈബിലുള്ള സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ചായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു കയറ്റൊന്നൊരു വിഷയമേ അല്ല അല്ലേ. പിന്നെ കാലാവസ്ഥ അടിപൊളിയായിരുന്നു, കോടമഞ്ഞ് നിറഞ്ഞ കാലാവസ്ഥയായിരുന്നു. നമ്മൾ രാവിലെ നേരത്തെ തന്നെ എത്തിയതുകൊണ്ട്. ഇപ്പൊ ബാംഗ്ലൂരിലെ വീക്കെൻഡ് ഹിൽ സ്റ്റേഷൻസ് ഒക്കെ ഈ ഒരു ടൈമിലാണ് കാണേണ്ടത്. ഇപ്പൊ ഈ ട്രക്കിങ്ങിൽ പോകുമ്പോൾ ചില ഭാഗത്തൊക്കെ നമുക്ക് ചില സ്റ്റെപ്സുകളും ഉണ്ട്, അല്ലാണ്ട് കയറ്റം കയറേണ്ട ഒരു റോക്കി കയറ്റം എന്ന് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ 360 വ്യൂ, ഇത് ഒരു പോയിന്റിലുള്ള ഒരു 360 വ്യൂ ആണ്. ഇനി ഇതിലും കയറ്റം കയറുമ്പോൾ മറ്റു വ്യൂസ് നമുക്ക് പനോരമിക് വ്യൂസ് കിട്ടും. ഒരു ഗ്രീനറിയും ആ ഒരു 360 വ്യൂ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബാംഗ്ലൂരിൽ BMCനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ BMC ബാംഗ്ലൂരിൽ ഒരുപാട് ചാരിറ്റി ഈവന്റ് റിലേറ്റഡ് കാര്യങ്ങൾ സംഘടിപ്പിക്കുന്ന മലയാളി അസോസിയേഷനായ ബാംഗ്ലൂർ മലയാളി ക്ലബ്ബായ BMCയുടെ കൂടെയുള്ള നമ്മുടെ 2ാമത്തെ റൈഡാണ്. ആദ്യത്തെ റൈഡ് നമ്മൾ പോയത് 2024 ഡിസംബറിലായിരുന്നു. മറ്റൊരു ബ്യൂട്ടിഫുൾ ഹിഡൻ സ്പോട്ടായ അവൽബേട്ടയായിരുന്നു അന്ന് ലൊക്കേഷൻ. അതിന്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, കാണാത്തവർ കാണാം. പെട്ടെന്നുള്ളൊരു യാത്ര ആയതുകൊണ്ട് അന്നുണ്ടായിരുന്ന പലർക്കും വരാൻ സാധിച്ചില്ല. ഒരുപാട് ആൾക്കാരും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും പുതിയ ഒരുപാട് ആൾക്കാർ ഈ യാത്രയിൽ പങ്കുചേർന്നു, പരിചയപ്പെടാൻ സാധിച്ചു. ആൻഡ് BMC ഈസ് ലൈക്ക് എ ഫാമിലി ആൻഡ് ഇമോഷൻ ഓൾവേസ് എന്ന് തന്നെ പറയാം. ആൻഡ് കിട്ടിയൊരു ഗ്യാപ്പിൽ ഞാനും അനിതി ഒരു റീലൊക്കെ എടുക്കാനായിട്ട് ശ്രമിച്ചു. പെട്ടെന്നുള്ള ഒരു ക്വിക്ക് റീലായിരുന്നു. പിന്നെ ഈ ട്രക്കിങ്ങിലെ ക്ഷേത്രങ്ങളും പൊളിഞ്ഞ സ്മാരകങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തിന്. പോകുന്ന വഴി നമ്മളൊരു ഓഫ് റോഡൊക്കെ കണ്ടില്ലേ, അത് തുടങ്ങുന്ന ഭാഗത്ത് ഒരു കേവ് ടെമ്പിൾ ഉണ്ട്. അവിടെയും വേറെ പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട്. പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ടും ടയർഡ് ആയതുകൊണ്ടും നമ്മളത് സ്കിപ്പ് ചെയ്തു. ടൈം ഉണ്ടെങ്കിൽ അവിടെയും കൂടി കയറാം. പിന്നെ ഈ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ചാവ എന്നൊരു അടുത്തിറങ്ങിയൊരു ഹിന്ദി സിനിമ കണ്ടിരുന്നു. അതിൽ നമ്മൾ മറാത്ത രാജവംശത്തെ പറ്റി കേട്ടിരുന്നു. അവരാണ് ഈ കോട്ട പണിതത്. പിന്നീട് ടിപ്പു സുൽത്താന്റെ കാലത്ത് മിലിറ്ററി ഔട്ട് പോസ്റ്റും വാച്ച് ടവറൊക്കെ ആയിരുന്നു. ഇന്ന് ഇതൊരു ട്രക്കിംഗ് ഡെസ്റ്റിനേഷൻ മാത്രമായി. കല്ലുകൊണ്ടുള്ള ചുമരുകളും പൊളിഞ്ഞ മതിലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ബാംഗ്ലൂരിലെ നന്ദി ഹിൽസിനേക്കാൾ ഒരു പനോരമിക് വ്യൂ തരുന്നുണ്ട് കേട്ടോ ഈ സ്ഥലം.
പിന്നെ പതിവിലും തണുപ്പാണ് ഈ വിന്റർ സീസണിൽ. പിന്നെ ഒരാഴ്ചയായിട്ട് മഴക്കാർ നിറഞ്ഞൊരു ക്ലൗഡി കാലാവസ്ഥയാണ് ബാംഗ്ലൂരിൽ സമ്മർ ടൈമിൽ തന്നെ മഴ പെയ്താലും ക്ലൗഡി ആയാലൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ വിന്ററിന്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഈ സ്ഥലങ്ങൾക്കൊക്കെ അത്തരം സമയത്ത് നല്ല ഭംഗിയാണ്. ഇനി ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മഴക്കാലത്ത് ഈ റൂട്ട് അവോയ്ഡ് ചെയ്യുക. റീസെന്റ് പുതുക്കിയ റോഡുകളാണെന്ന് കണ്ടറിയാം. അപ്പൊ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, സ്കിപ്പായിട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് 2 വീലേഴ്സൊക്കെ. അപ്പൊ ട്രെക്കിംഗ് ഇത്തിരി ബുദ്ധിമുട്ടാവും. പിന്നെ മങ്കീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൂക്ഷിക്കുക. പിന്നെ താഴെ പാർക്കിങ്ങിൽ ടെമ്പിളിനോട് ചേർന്നൊരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഷോപ്പുകളൊന്നുമില്ല നിയർ ബൈ. വെള്ളം ഫുഡൊക്കെ ക്യാരി ചെയ്യണം. പിന്നെ സേഫ്റ്റി മാനേജ്മെന്റ് ഇല്ല. സൺഡേ ഒഴിച്ചുള്ള ടൈമിൽ വരാണെങ്കിൽ ഗ്രൂപ്പായിട്ട് വരാം. പ്രത്യേകിച്ച് നിങ്ങൾ കപ്പിൾസ് അല്ലെങ്കിൽ ഗേൾസ് ഒക്കെ ആയിട്ട് തനിയെ വരാണെങ്കിൽ. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഹൊസ്കോട്ട കഴിഞ്ഞാൽ ട്രാവൽ കണക്ടിവിറ്റി കുറവാണ് ബാംഗ്ലൂരിലോട്ട്. അപ്പോൾ അതുകൊണ്ട് ഓൺ വെഹിക്കിൾ അല്ലെങ്കിൽ റെന്റഡ് വെഹിക്കിളിൽ തന്നെ വരാൻ നോക്കാം. പിന്നെ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ സൗണ്ട് ബോക്സ് ഒക്കെ പിടിച്ച് ക്യാരി ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പതിവ് പോലെ കലാപരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടാണ് ഞാൻ പിന്നെ പരിചയമുള്ളവരൊക്കെ ആയിട്ട് ഒന്നുകൂടി ക്ലോസ് ആകാൻ നമുക്ക് ഈ ട്രിപ്പ് കൊണ്ട് കഴിഞ്ഞു. പിന്നെ സ്പെഷ്യൽ താങ്ക്സ് ടു അക്ഷയ് ആൻഡ് അനിത നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. BMCയുടെ അടുത്ത ട്രിപ്പ് ഇതിലും മനോഹരമാക്കാനും പറ്റട്ടെ എന്നും പിന്നെ ഇതിലും മനോഹരമായ ഡെസ്റ്റിനേഷൻ പോകാൻ പറ്റട്ടെ എന്നും പിന്നെ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് അടുത്തേൽ ജോയിൻ ചെയ്യാനാകട്ടെ എന്നും ആശംസിക്കുന്നു. ഒപ്പം അങ്ങനെ നമ്മൾ ഇറങ്ങാണ്. കോടമഞ്ഞ് നിറഞ്ഞ ആ കാലാവസ്ഥയൊക്കെ പോയി. പക്ഷെ നമുക്ക്
രണ്ട് കാലാവസ്ഥയും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടോ. കോടമഞ്ഞ് നിറഞ്ഞതും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെയിൽ വന്ന് നമ്മളൊന്ന് സന്തോഷപ്പെടുത്തിയിരുന്നു. അപ്പോൾ എല്ലാ കാലാവസ്ഥയും നമുക്ക് അനുഭവിക്കാൻ പറ്റി. ഇതാണ് താഴെ പാർക്കിങ്ങിൻ്റെ ഒരു ഭാഗം. നമുക്ക് എല്ലാ കാലാവസ്ഥയും ആസ്വദിക്കാൻ പറ്റി. ഒരു മഴയൊന്നും ഇല്ലാണ്ട് നല്ല കൂളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇതാണ് പോകുന്ന വഴിയുള്ള ആ ഒരു ദുർഗാക്ഷേത്രം. അങ്ങനെ നമ്മൾ ഇറക്കത്തിലോട്ട് വന്നു. ഇറക്കത്തിലാണ് ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട് ആ പാർക്കിങ്ങിൻ്റെ അവിടെ. പിന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട് താഴെ. പിന്നെ BMC ഓർഗനൈസേഴ്സായ കീർത്തന, സുനോജേട്ടൻ, പിന്നെ ഈ ട്രിപ്പ് ഓർഗനൈസേഴ്സായ സുദർശൻ, കാശി, സഞ്ജു, പിന്നെ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ട്രിപ്പിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. താങ്ക് യു ഓൾ. സീ യു ഓൾ ഇൻ നെക്സ്റ്റ് ടൈം. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു നല്ല ബ്യൂട്ടിഫുൾ പോയിന്റ് ഉണ്ട്. അവിടെ ജസ്റ്റ് വണ്ടി നിർത്തി നല്ലൊരു എന്താ പറയുക, വേറൊരു രാജ്യത്തിൻ്റെ ഫീൽ തരുന്നൊരു ലൊക്കേഷൻ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഡെസ്റ്റിനേഷൻസും ഹിഡൻ ഡെസ്റ്റിനേഷൻസിൻ്റെ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ചാനലിൻ്റെ വീഡിയോ അപ്ഡേറ്റ്സിനായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു ഓൾ.